ഹാപ്പി മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് GST റേറ്റ് എന്താണ്, റെസ്റ്റോറൻറ്റ് സർവീസിൻ്റെ GST റേറ്റ് എന്താണ്. നമുക്കറിയാം, റെസ്റ്റോറൻറ്റിനെ നമുക്ക് രണ്ട് വിധത്തിൽ റെസ്റ്റോറൻറ്റുകാർക്ക് GST രജിസ്ട്രേഷൻ എടുക്കാം. ഒന്ന് റെഗുലർ ബേസും, രണ്ട് കോമ്പോസിഷൻ സ്കീം. എന്താണ് റെഗുലർ സ്കീം, എന്താണ് കോമ്പോസിഷൻ സ്കീം എന്നൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇനി റെസ്റ്റോറൻറ്റ് സർവീസിൽ എന്താണ് കോമ്പോസിഷൻ സ്കീമിലെ GST റേറ്റ്, റെഗുലർ സ്കീമിൽ എന്താണ് GST റേറ്റ് നമുക്ക് നോക്കാം. കോമ്പോസിഷൻ സ്കീം നമ്മൾ റെസ്റ്റോറൻറ്റ് സർവീസിൽ ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ 5% ആണ് GST റേറ്റ്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പാടുള്ളതല്ല, കസ്റ്റമറിൽ നിന്ന് ഈ എമൗണ്ട് കളക്ട് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ കോമ്പോസിഷൻ സ്കീമിൽ റെസ്റ്റോറൻറ്റ് സർവീസിൻ്റെ GST റേറ്റ് എന്ന് പറയുന്നത് 5% ആണ്. പക്ഷേ കസ്റ്റമറിൽ നമുക്ക് ഈ ടാക്സ് കളക്ട് ചെയ്യാൻ പാടില്ല, ഇൻപുട്ട് ടാക്സ് ക്ലെയിം ചെയ്യാൻ പാടില്ല. അതെല്ലാ കോമ്പോസിഷൻ സ്കീമിലായാലും നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്ലെയിം ചെയ്യാൻ പാടുള്ളതല്ല. ഇത് റെഗുലർ സ്കീമിൽ റെസ്റ്റോറൻറ്റ് സർവീസ് നമ്മൾ നടത്തുകയാണെങ്കിൽ അവിടെയും GST റേറ്റ് എന്താണ്, 5% തന്നെയാണ്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കസ്റ്റമറിൽ നമുക്ക് ഈ എമൗണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇവിടെയും ഇൻപുട്ട് ടാക്സ് എടുക്കാൻ പാടുള്ളതല്ല. 5% നമുക്ക് കസ്റ്റമറിൽ നിന്ന് കളക്ട് ചെയ്യാം. പിന്നെ അതുകൊണ്ട് കോമ്പോസിഷനും റെഗുലറും തമ്മിൽ പ്രധാനമായിട്ടുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് തന്നെ നമുക്ക് റെഗുലർ സ്കീം ആകുമ്പം ഈ 5% കസ്റ്റമറിൽ നിന്ന് വാങ്ങാം എന്നുള്ളത് തന്നെയാണ്. രണ്ട് സ്ഥലത്തും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അനുവദിക്കുന്നതല്ല. റെഗുലർ ആയാലും കോമ്പോസിഷൻ സ്കീം ആയാലും നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാൻ പറ്റുന്നതല്ല. ഇനി ചില കേസുകളിൽ നമുക്കറിയാം, ചില അക്കോമഡേഷൻ, ചില ഹോട്ടലിൻ്റെ ഭാഗമായിട്ട് ചില റെസ്റ്റോറൻറ്റുകൾ നടത്തുന്നുണ്ടാകാം. അവിടെ അക്കോമഡേഷൻ ഫെസിലിറ്റിയും കൂടി ഉണ്ടായിരിക്കും. ഇങ്ങനെയാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ്. അതായത് ഈ ഹോട്ടലിൽ 7500 രൂപക്ക് മുകളിലുള്ള ഡിക്ലെയർഡ് താരിഫ് ഉണ്ടെങ്കിൽ, അതായത് 7500 രൂപക്ക് മുകളിൽ വാടകയുള്ള ഒരു മുറി ഉണ്ടെങ്കിൽ ആ ബിൽഡിങ്ങുമായി അല്ലെങ്കിൽ ആ ഹോട്ടലുമായി ബന്ധപ്പെട്ടിട്ട് ഒരു റെസ്റ്റോറൻറ്റ് നമ്മൾ നടത്തുന്നുണ്ടെങ്കിൽ, ആ ഒരു പെർമിസസുമായിട്ട് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നമ്മൾ ടാക്സ് കളക്ട് ചെയ്യേണ്ടത് 18%. 5% 18% നമ്മൾ ടാക്സ് കളക്ട് ചെയ്യേണ്ടത്. നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്ലെയിമും ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ഇത്രയുമാണ് റെസ്റ്റോറൻറ്റ് സർവീസിൻ്റെ GSTയിൽ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, കോമ്പോസിഷൻ സ്കീം ആകുമ്പോഴും 5% ആണ്, കസ്റ്റമറിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യാൻ വേണ്ടി പാടുള്ളതല്ല, ഇൻപുട്ട് ടാക്സ് കിട്ടൂല. ഇനി രണ്ടാമത്തെ കേസ്, റെഗുലർ സ്കീം ആകുമ്പോൾ 5% തന്നെയാണ് റെസ്റ്റോറൻറ്റ് സർവീസിന്, പക്ഷേ നമുക്ക് കസ്റ്റമറിൽ നിന്ന് കളക്ട് ചെയ്യാം, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അനുവദനീയമല്ല. ഇനി നമ്മുടെ റെസ്റ്റോറൻറ്റ് നടക്കുന്നത് സ്പെസിഫൈഡ് പെർമിസസിലാണെങ്കിൽ, അതായത് അവിടെ അക്കോമഡേഷൻ ഫെസിലിറ്റിയും കൂടി ഉണ്ടെങ്കിൽ, 7500 മുകളിലുള്ള റൂമുകൾ അവിടെ അവൈലബിൾ ആണെങ്കിൽ, അങ്ങനെയുള്ള ഹോട്ടൽ ആ പെർമിസസുമായി ബന്ധപ്പെട്ടിട്ടുള്ള റെസ്റ്റോറൻറ്റുകളിൽ നടക്കേണ്ടത് 18%, 5% ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻപുട്ട് ടാക്സും ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി ഇപ്പോൾ നമുക്കറിയാം, റെൻറ്റിൽ RCM ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റെൻറ്റിൽ RCM ഒക്കെ വന്നപ്പോൾ ഈ റെസ്റ്റോറൻറ്റുകാരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അവരെന്ത് ചെയ്യണം, റെൻറ്റിൻ്റെ 18% അവർ RCMൽ അടക്കണം. പക്ഷേ ഇൻപുട്ട് ടാക്സ് അനുവദിച്ച് കൊടുക്കുന്നതല്ല. ഇപ്പം കോമ്പോസിഷനിൽ ഓൾറെഡി നമുക്കറിയാം ഇൻപുട്ട് എടുക്കാനേ പാടില്ല. റെഗുലർ സ്കീം റെസ്റ്റോറൻറ്റ് നടത്തുകയാണെങ്കിൽ പോലും അവിടെ നമ്മൾ റെൻറ്റിന് RCM അടച്ചാലും 18% അടിച്ചാലും നമുക്ക് എന്ത് കിട്ടൂല, ക്രെഡിറ്റ് കിട്ടൂല. അത് റെസ്റ്റോറൻറ്റ് സർവീസിനെ സംബന്ധിച്ച് അതൊരു ചെലവ് തന്നെയാണ്. അവർക്ക് ഇൻപുട്ട് ടാക്സ് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് അതും അവരുടെ ഒരു ചെലവായിട്ട് തന്നെ അവർ കൺസിഡർ ചെയ്യേണ്ടി വരും. ഒരുപാട് നന്ദി. താങ്ക് യു വെരി മച്ച്.